ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഓരോ മനുഷ്യനും അവരുടേതായിട്ടുള്ള വ്യക്തിത്വ സവിശേഷതകളുണ്ട്. അതുകൊണ്ട് ഏത് കാര്യത്തിനാണെങ്കിലും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ഓരോരുത്തരും പല കാര്യങ്ങളും ചെയ്യണം. യഥാർത്ഥത്തിൽ ദാമ്പത്യത്തിനകത്ത് യുക്തിപരമായിട്ട് പ്രവർത്തിക്കേണ്ട പല മേഖലകളും ഉണ്ട്. പങ്കാളികളുടെ ഈ കാര്യത്തോടുള്ള ആറ്റിറ്റ്യൂഡാണ് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ലൈംഗികതയിൽ പുരുഷന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. പൗരുഷമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ലിംഗവും അതിൻ്റെ പ്രവർത്തനങ്ങളും. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്ത്രീകൾക്കും പൊതുവെ ഒരു ധാരണയുണ്ട്. അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും അതിൻ്റെ രൂപത്തെക്കുറിച്ചും വലിപ്പത്തെക്കുറിച്ചും അതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു സങ്കല്പമുണ്ട്. ഇപ്പോൾ ഒരു സ്ത്രീ ഒരു പുരുഷനെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ മുഴുവൻ കാര്യങ്ങളും അവൾ അംഗീകരിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു എന്നൊക്കെയാണ്. അതുപോലെ തന്നെ പുരുഷൻ മൂടാകുന്ന സമയത്ത് അവനിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്, അവൻ്റെ പൗരുഷത്തിനകത്ത് എന്തൊക്കെ മാറ്റം വരുന്നുണ്ടെന്നും അവർക്കറിയാം. അവരുടെ കൂടെ ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ള താല്പര്യം, ആ സമയത്ത് അതിന് സംഭവിക്കുന്ന രൂപമാറ്റം, ഇതിനകത്തൊക്കെ തന്നെ അവർക്ക് ആകാംക്ഷയുണ്ട്. ആക്ച്വലി അവരോട് വളരെ താല്പര്യമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ആണത്. സ്ത്രീ പങ്കാളിയെ സംബന്ധിച്ച് ഇത് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന കാര്യമാണ്. എന്നാൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കണ്ടതുകൊണ്ട് സ്ത്രീ ആ ഒരു മൂഡിലേക്ക് വരണമെന്നില്ല. യഥാർത്ഥത്തിൽ സ്പർശനത്തിൽ കൂടിയാണ് അവർ ആ അവസ്ഥയിലേക്ക് വരുന്നത്, പ്രത്യേകിച്ചും അവർക്കിഷ്ടപ്പെട്ടവരുടെ. അതുകൊണ്ടാണ് സ്നേഹത്തിനും പ്രണയത്തിനുമൊക്കെ ഇത്രയും പ്രാധാന്യം അവരുടെ മനസ്സിൽ വരുന്നത്. അതുപോലെ നമ്മൾ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പെർഫോം ചെയ്യുന്നതും അതല്ല സ്വയം ആസ്വദിക്കുന്നതും രണ്ടും രണ്ട് മൈൻഡ് സെറ്റാണ്. അപ്പോൾ ഒന്നിനകത്ത് അത് ആസ്വദിക്കുന്നു മറ്റൊരാളെ കാണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ പല കാര്യങ്ങളും കാണുന്നുണ്ട്, പക്ഷേ അത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യപ്പെടരുത്. അതുപോലെ നമ്മുടെ പങ്കാളിയെ മറ്റൊരാളിൻ്റെ പങ്കാളിയായിട്ടും കമ്പയർ ചെയ്യരുത്. കാരണം ഇതുപോലൊക്കെയുള്ള കാര്യങ്ങൾ പെർഫോം ചെയ്യപ്പെടുന്നതും അതല്ല യാഥാർത്ഥ്യമായിട്ടുള്ള രീതിയുണ്ടല്ലോ, അത് രണ്ടും രണ്ടാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് സ്വയം കൂടുതലായിട്ട് അറിയണം, അതുപോലെ തന്നെ പങ്കാളിയെക്കുറിച്ചും അറിയണം. ഇതിനകത്ത് അവർക്കും പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ചെയ്യാൻ ഏറെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് തിരിച്ചറിയണം. ചില സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ഈ പൗരുഷത്തോട് അല്ലെങ്കിൽ അതുകൊണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങളോട് ഒരു പ്രത്യേക ഇഷ്ടമുള്ളവരുണ്ട്. ഇപ്പം മാറിടത്തിനകത്ത് ആത്മവിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ച് അവർക്കതിൽ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും ഇഷ്ടം. പൗരുഷം കൊണ്ട് ഇവിടെയും അതുപോലെ തന്നെ യോനി കവാടത്തിലും ചില കാര്യങ്ങൾ പെരുമാറണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ആശ്രയത്വം, ഇതിനകത്തൊരു ആശ്രയത്വം വളർത്തുക ചെയ്യുന്നത്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ലൈംഗികതയിൽ പങ്കാളികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആശ്രയത്വം വന്നു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ബന്ധം ദീർഘനാൾ നിലനിൽക്കും. അതിനാദ്യം വേണ്ടത് അൺകണ്ടീഷണലായിട്ട് സ്വയം സ്നേഹിക്കണം, സ്വയം തിരിച്ചറിയണം. സ്വന്തമായിട്ട് എന്തൊക്കെ കഴിവുണ്ട് അല്ലെങ്കിൽ കഴിവ് കുറവുള്ള ഭാഗം ഏതൊക്കെയാണെന്നും തിരിച്ചറിയണം. അതുപോലെ തന്നെ പങ്കാളിയെ സ്നേഹിക്കണം, അവരെ മനസ്സിലാക്കണം, അവർക്ക് എന്തൊക്കെയാണ് ഇഷ്ടം എന്നും തിരിച്ചറിയണം. അതുപോലെ ഇതിനകത്ത് പങ്കാളിക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ, മാറ്റാൻ പറ്റാത്ത കുറവുകളുണ്ടെങ്കിൽ അവരെ അതിൻ്റെ ആ ഒരു ശ്രദ്ധയിൽ കൊണ്ടുവരരുത്. പകരം അവർക്ക് ബെറ്റർന്ന് തോന്നുന്ന കാര്യത്തെക്കുറിച്ച് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യണം. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മളൊരു കാര്യത്തിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു അത്രത്തോളം അവിടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു, അതിൻ്റെ ആ ഒരു എഫിഷ്യൻസി വർദ്ധിക്കും. ചിലർക്കാണെങ്കിൽ നേരത്തെ ഉള്ള അത്ര പെർഫോമൻസ് ഇപ്പം പറ്റുന്നില്ല, അങ്ങനെ ആശങ്കപ്പെടുന്നവരും ഉണ്ട്. അവരെ സംബന്ധിച്ച് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനുള്ള വഴികൾ, മസാജ് പോലുള്ള വഴികൾ വളരെ എഫക്റ്റീവാണ്. അപ്പം മാക്സിമം ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്ന ചില രീതികൾ ഫോർപ്ലേയ്ക്കകത്തും തിരഞ്ഞെടുക്കാം. തന്നെയല്ല, അത് വ്യായാമത്തിൻ്റേതായിട്ടുള്ളൊരു എഫക്റ്റ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നിർദ്ദേശങ്ങളും വരേണ്ടത് ബ്രെയിനിൽ നിന്നാണ്. അപ്പോൾ ആ ഭാഗം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫാൻറ്റസികളൊക്കെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വരാനായിട്ട് ഫ്രീ ആക്കി ഇട്ടേക്കണം. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.